എപ്പോഴൊക്കെ ഹൃദയം സംസാരിക്കാൻ ശ്രമിക്കുന്നുവോ അപ്പോഴെല്ലാം മനസ്സിന് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുന്നു. ഹൃദയം സംസാരിക്കാനായി തുടങ്ങുമ്പോൾ തന്നെ മനസ്സ് ഭ്രാന്തെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. എന്തുകൊണ്ടാണിത്? ഒരുപാട് പേർ ചോദിക്കുന്നൊരു ചോദ്യമാണിത്. ഒരുപാട് പേർ ഇതിന് ഉത്തരവും കൊടുത്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഉത്തരമാണ് നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്നത്. തീർച്ചയായും കേൾക്കുക. കേട്ടതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കിയതെന്തോ, നിങ്ങളുടെ അഭിപ്രായമെന്തോ അത് കമൻറ്റിലൂടെ അറിയിക്കുക. സത്യമെന്നാൽ മനസ്സിന് ഭയമാണത്രേ. മനസ്സിന് ഒരേ ഒരു കാര്യത്തെയാണ് ഭയം. അത് നിങ്ങളുടെ ഹൃദയത്തെയാണ്. കാരണം സത്യമെന്നാൽ മനസ്സൊരു സെർവൻ്റാണ്, ഒരു കാര്യസ്ഥൻ. പക്ഷേ അവൻ എങ്ങനെയൊക്കെയോ ഒരു മാസ്റ്ററായി മാറിയിരിക്കുന്നു. കാര്യസ്ഥനാവേണ്ട മനസ്സ് ഒരു ഉടമസ്ഥനായിരിക്കുകയാണ്. യഥാർത്ഥ ഉടമസ്ഥനാവട്ടെ ഹൃദയവും. പക്ഷേ ഹൃദയം ഇതിനെ വലിയൊരു കാര്യമായി കണ്ടിട്ടേയില്ല. അവൻ മനസ്സിനെ അടിച്ചുവിട്ടിരിക്കുകയാണ്. മനസ്സതിന് ഇഷ്ടമുള്ള കാര്യം ചെയ്തു കൂട്ടെ എന്നുള്ള അഭിപ്രായത്തിലാണ് ഹൃദയം നിൽക്കുന്നത്. മനസ്സിനാകട്ടെ ഇതിനെക്കുറിച്ച് വ്യക്തമായ ബോധമുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും ഹൃദയത്തിന് തൻ്റെ സ്ഥാനം തട്ടിയെടുക്കാൻ സാധിക്കുമെന്ന് മനസ്സ് മനസ്സിലാക്കിയിരിക്കുന്നു. ഇതുകൊണ്ട് തന്നെ ഹൃദയം എപ്പോഴൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുന്നുവോ അപ്പോഴൊക്കെ മനസ്സിന് ഭയം വരുന്നു. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹൃദയവുമായി അസോസിയേറ്റ് ഇരിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിന് പേടിയാണ്. മനസ്സിനെ സ്നേഹിക്കാൻ പേടിയാണ്. മനസ്സിനൊരാളെ വിശ്വസിക്കാൻ പേടിയാണ്. കാരണം ഇതെല്ലാം ഹൃദയവുമായി ബന്ധമുള്ളതാണ്. ഇതെന്തുകൊണ്ടെന്നാൽ ഒരു മാസ്റ്റർ ആവുക എന്നത് ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായൊരു കാര്യമാണ്. എന്നാൽ മനസ്സാവട്ടെ അങ്ങനെയല്ല. പക്ഷേ ഹൃദയം താൻ മാസ്റ്ററാണെന്ന കാര്യം തെളിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ശ്രമിക്കുന്നതേയില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടായിട്ടും ചില ആൾക്കാരെ വെറുതെ വിടാറില്ലേ? ശരി, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പൊയ്ക്കോ, നമുക്ക് നന്നായി അറിയാം നമ്മുടെ ഭാഗത്തായിരുന്നു ന്യായമെന്ന്. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കും. ഇതുപോലൊരു കാര്യം ഹൃദയം ചെയ്തിരിക്കുകയാണ്. താനാണ് യഥാർത്ഥ മാസ്റ്റർ എന്നറിയാമെങ്കിലും ഹൃദയം മനസ്സിനെ മാസ്റ്ററായി അഭിനയിക്കാൻ സമ്മതിച്ചിരിക്കുകയാണ്. മനസ്സിത് മറന്നിട്ടേയില്ല. മനസ്സിന് ഇതിനെക്കുറിച്ച് നല്ല ഓർമ്മയുണ്ട്. താൻ വെറും ഒരു സെർവൻ്റാണെന്നും ഹൃദയമാണ് യഥാർത്ഥ മാസ്റ്ററെന്നും. ഇതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ ചെറിയ രീതിയിലാണെങ്കിലും ശരി ഹൃദയം സംസാരിക്കാൻ ശ്രമിക്കുന്നുവോ മനസ്സിനപ്പം ഭയമാണ്. മനസ്സ് വിറയ്ക്കാൻ തുടങ്ങുന്നു. കാരണം അവൻ്റെ സ്ഥാനം നഷ്ടമായേക്കാമോ എന്നവന് പേടിയുണ്ട്. അതൊഴിവാക്കാനായി അവൻ ഹൃദയത്തെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നു. സത്യം ഇതാണ്, മനസ്സിന് നമ്മളെ ഹൃദയത്തെ ഇഷ്ടമേ അല്ല. മനസ്സാഗ്രഹിക്കുന്നത് നമ്മൾ ഹൃദയമില്ലാത്തൊരു മനുഷ്യനായിരിക്കണമെന്നാണ്. ഈ കാര്യത്തിൽ വലിയൊരു പരിധിവരെ മനസ്സ് വിജയിച്ചിട്ടുമുണ്ട്. ചുറ്റിനും നോക്കൂ, ലോകത്ത് എത്ര പേരാണ് ഹൃദയമില്ലാത്തവർ? മനസ്സിന് കിടയിൽപ്പെട്ടിരിക്കുകയാണ് ലോകത്തെ വലിയൊരു ശതമാനം ജനങ്ങളും. പക്ഷെ വല്ലപ്പോഴും ഒരിക്കൽ ഒരാൾ, ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഒരാൾ ഈ കെണിയിൽ നിന്നും രക്ഷപ്പെടുന്നു. മനസ്സിൻ്റെ ഈ കെണിയിൽ നിന്നും രക്ഷപ്പെട്ട് അവനൊരു കാര്യം തിരിച്ചറിയുന്നു: യഥാർത്ഥ മാസ്റ്റർ ഹൃദയമാണെന്ന്. പറയുന്നത് ഇതാണത്രേ ഏറ്റവും വലിയ വിപ്ലവം. മനസ്സിനെതിരെയുള്ള ഹൃദയത്തിൻ്റെ വിപ്ലവം. വളരെ ആഴമുള്ളൊരു സന്ദേശമാണിത്, മനോഹരമായതും. തീർച്ചയായും പലരും പല കാര്യങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കിയേക്കും. നിങ്ങൾ എന്ത് മനസ്സിലാക്കിയോ അത് തീർച്ചയായും കമൻസിലൂടെ അറിയിക്കുക. ഒപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അതും കമൻസിലൂടെ അറിയിക്കുക. ഈ നല്ല അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.